അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം ഞാനും സായും മഴ കാണാനായിട്ട് പുറത്തിറങ്ങി കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഓർത്തു ഈ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയേക്കാന്ന്. അപ്പം പിന്നെ അതൊക്കെ അരിഞ്ഞു വെച്ച് ഇത് പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണ്ടല്ലോ. നമ്മൾ ബീൻസ് അരിയുക, പിന്നെ നമ്മുടെ ഇങ്ങനെ ക്യാരറ്റ് നീളത്തി അരിയണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കിഴങ്ങ് അരിയുക, പിന്നെ നമുക്ക് പച്ചമുളക് അരിയാം, പിന്നെ സബോള അരിയുക. അപ്പം ഇതൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ട് പച്ചമുളക് ഇങ്ങനെയാണ് അരിയണ്ടേ. പിന്നെ സബോള ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം. പിന്നെ നമ്മൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ വറ്റൽമുളക് ഇടുക, പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ മെഴുക്കുവരട്ടി വരുന്ന സമയത്ത് നമുക്ക് സായുവിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ബോട്ടിൽ കഴുകാൻ വേണ്ടി ആ ഒരു ക്ലെൻസർ ആട്ടോ യൂസ് ചെയ്യുന്നത്, മദർ സ്പാഷിൻ്റെ ആട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് അതാകുമ്പോൾ പിന്നെ എളുപ്പം നന്നായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കഴുകി അതൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറിന് മോരുകറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ ചോറിനിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ റംബൂട്ടാൻ, എനിക്ക് തോന്നുന്നു എല്ലായിടത്തെയും റംബൂട്ടാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ സീസൺ. പക്ഷേ ഇവിടുത്തെ ആകുന്നേ ഉള്ളൂ. ഇനി ഈ മഞ്ഞ നിറം ചോപ്പാകണം, എന്നാണോ ഇതിനി പഴുക്കുക. പിന്നെ ഞാൻ കൊതിയായിട്ട് ഒരെണ്ണം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തു. പക്ഷേ അതിന് പുളിപ്പായിരുന്നു കേട്ടോ, മധുരം ആയിട്ടില്ലായിരുന്നു. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് വലിയതായിട്ട് മധുരമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സായുവായിട്ട് അവനെ ഒന്ന് നമ്മൾ കുളിപ്പിച്ചു. ഷാരു വണ്ടി കഴുകായിരുന്നു. അപ്പോൾ പിന്നെ ആ വെള്ളം വെച്ച് അവൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ അവന് ഭയങ്കര രസം തോന്നി. പിന്നെ അവൻ കുറച്ച് നേരം കുളിച്ചോണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവന് കുറച്ച് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ്.